ഹലോ എവരിവൺ. നിങ്ങൾ എപ്പോഴും സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ലതായിട്ടൊന്ന് റിലാക്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് സമയമില്ല, അല്ലെങ്കിൽ ശ്രമിച്ചിട്ടും അതിന് സാധിക്കുന്നില്ല. എപ്പോഴും ആകെ എക്സോസ്റ്റഡ് ആണോ, ഓവർ സ്റ്റിമുലേറ്റഡ് ആണ്, ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നം? എങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മളെ ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വാഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഈ വാഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴി ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാനായിട്ട് സാധിക്കും. അതിനു മുമ്പേ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ് ഈ വാഗസ് നെർവ് എന്ന്. വാഗസ് നെർവ് എന്ന് പറയുന്നത് നമ്മളുടെ 10th ക്രേനിയൽ നെർവാണ്. നമ്മളുടെ ബ്രെയിനിൽ നിന്നും ബോഡിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗൻസ്, അതായത് ഹാർട്ട്, ലങ്സ്, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇതിനെയെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നെർവാണ് വാഗസ് നെർവ് എന്ന് പറയുന്നത്. നമ്മളുടെ ഹാർട്ട് റേറ്റിനെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ ബ്രീത്തിങ്ങിനെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു നെർവാണ് വാഗസ് നെർവ്. അതോടൊപ്പം തന്നെ നമ്മുടെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളെ ഒരു റിലാക്സേഷൻ മോഡിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നെർവാണ് വാഗസ് നെർവ്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ വാഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് റിലാക്സേഷൻ അച്ചീവ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നോക്കാം. സ്ലോ ഡയഫ്രമാറ്റിക് ബ്രീതിങ് നമ്മളെ ഏറ്റവും അധികം റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ശ്വസന വ്യായാമമാണ് ഡയഫ്രമാറ്റിക് ബ്രീതിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ശ്വസന വ്യായാമം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നുകൊണ്ട് ചെയ്യാം, അല്ല നമുക്ക് കിടന്നുകൊണ്ട് വേണേലും ചെയ്യാം. എങ്ങനെയാണെങ്കിലും നമ്മൾ റിലാക്സ്ഡ് ഒരു സ്റ്റേറ്റിലേക്ക് വരിക. അതിനുശേഷം നമ്മളുടെ ഒരു കൈ, ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ കിടന്നുകൊണ്ടാണെങ്കിലും നമ്മളുടെ ഒരു കൈ ചെസ്റ്റിലും മറ്റേ കൈ നമ്മുടെ ബെല്ലിയിലും നമ്മൾ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ദീർഘമായിട്ട് നമ്മളുടെ നോസിൽ കൂടെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക്, മൂക്കിൽ കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയാണ്. 4-7-8 എന്നുള്ള ഒരു ബ്രെത്ത് അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് പാറ്റേൺ ആയിരിക്കും നമുക്ക് കൂടുതൽ ഒരു റിലാക്സേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നത്. പൊതുവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതാണ്. അതായത് 4 കൗണ്ട് ചെയ്തുകൊണ്ട് ദീർഘമായി ശ്വാസം നമ്മൾ മൂക്കിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്നു. 7 കൗണ്ട് ചെയ്തുകൊണ്ട് ആ ശ്വാസം ഹോൾഡ് ചെയ്യുന്നു. 8 എന്നുള്ള നമ്പേഴ്സ് നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ട് 1 to 8 കൗണ്ട് ചെയ്തുകൊണ്ട് വായിൽ കൂടി ആ ശ്വാസം പുറത്തേക്ക് വിടുകയാണ്. ഈ ഒരു ശ്വസന വ്യായാമത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ബെല്ലിയുടെ ഉയർച്ച താഴ്ച. സാധാരണ നമ്മൾ നമ്മളുടെ നെഞ്ചിന്റെ അല്ലെങ്കിൽ ചെസ്റ്റിന്റെ ആണ് ഉയർച്ച താഴ്ചകൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മുടെ ബെല്ലിയുടെ ഉയർച്ച താഴ്ചകളാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മളുടെ ബെല്ലി പുറത്തേക്ക് വരുന്നതും ആ ഔട്ട്വേർഡിലേക്കുള്ള ആ മൂവ്മെന്റ് ഫീൽ ചെയ്യുക. അതോടൊപ്പം തന്നെ എക്സേൽ ചെയ്യുമ്പോൾ അത് ഉള്ളിലേക്ക് നമ്മളുടെ ബെല്ലി ചുരുങ്ങുന്നതും നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ശ്വസന വ്യായാമം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു ശ്വസന വ്യായാമം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ, നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാന്, ഉറക്കം ഇംപ്രൂവ് ചെയ്യാന്, ഡൈജഷൻ ഹെൽപ്പ് ചെയ്യാന്, അതോടൊപ്പം ലങ് കപ്പാസിറ്റി കൂട്ടാനൊക്കെ ഈ ഒരു വ്യായാമം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദിവസം നമുക്ക് സമയം കിട്ടുമെങ്കിൽ ഒരു 2-3 തവണ രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളെ റിലാക്സേഷൻ മോഡിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ചാൻറ്റിങ് നമ്മളെ റിലാക്സ്ഡ് മോഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ചാൻറ്റിങ്. അതായത് മന്ത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജപം, പ്രാർത്ഥനയൊക്കെ നമ്മൾ ഉരുവിടുന്നതിനെയാണ് ഈ ചാൻറ്റിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഇവിടെ വാഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മളെ ഒരു റിലാക്സേഷൻ മോഡിലേക്ക് ഈ ഒരു മന്ത്രോച്ചാരണം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കൊണ്ട് സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഗസ് നെർവ് നമ്മുടെ ത്രോട്ടിലൂടെയാണ് ഡയറക്റ്റ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ആവർത്തിച്ച് നമ്മൾ ഉരുവിടുമ്പോൾ അത് നമ്മളുടെ ത്രോട്ടിൽ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യും. അത് നമ്മളുടെ ഈ വാഗസ് നെർവിനെ ആക്ടിവേറ്റ് ചെയ്യുകയും അങ്ങനെ നമ്മളെ ഒരു റിലാക്സ്ഡ് മോഡിലേക്ക് കൊണ്ടുവരാനും സഹായിക്കും. ഇത് നമ്മൾ ഒരുപാട് ടെൻസ്ഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കണ്ണുകൾ അടച്ച് നമുക്ക് ഏറ്റവും അധികം റിലാക്സേഷൻ തരുന്ന എന്തെങ്കിലും ഒരു പ്രാർത്ഥന ആവർത്തിച്ച് നമ്മൾ മനസ്സിൽ ചൊല്ലുമ്പോൾ ഈ ഒരു ഫീല് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, മന്ത്ര മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിനെ നമുക്ക് ഏറ്റവും നല്ല ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വാഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ ഒന്ന് കണ്ണുകൾ അടച്ച് ശാന്തമായിട്ട് ഇരുന്ന് നമ്മുടെ മനസ്സിന് സമാധാനം തരുന്ന ഏതെങ്കിലും ഒരു മന്ത്രം ആവർത്തിച്ച് പറയാനായിട്ട് പഠിക്കുക. ഓൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീത്തിങ്, അതായത് ഒരു സമയത്ത് ഒരു മൂക്ക് മാത്രം നമ്മൾ ശ്വസനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ്. ഈ ഒരു മെത്തഡ് നമ്മളെ റിലാക്സേഷൻ മോഡിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി ഒരു ഓവർ തിങ്കർ ആണ് നിങ്ങളെങ്കിൽ ഇത്തരത്തിലുള്ള ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾക്ക് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നായിരിക്കും. നിങ്ങളുടെ മൈൻഡിനെ കൂടുതൽ കാം ആകാനും ചിന്തകൾ പരമാവധി കുറയ്ക്കാനും
നമ്മളെ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മെത്തഡാണ്. ഈ ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം ഒരു നോസ്ട്രലിൽ കൂടെ മാത്രമായിരിക്കും നമ്മൾ ശ്വാസം എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് റൈറ്റ് നോസ്ട്രൽ നമുക്ക് റൈറ്റ് ഹാൻഡിന്റെ തമ്പ് ഉപയോഗിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ലെഫ്റ്റ് നോസ്ട്രലിൽ കൂടെ ശ്വാസം വളരെ സ്ലോലി നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് നോസ്ട്രൽ ക്ലോസ് ചെയ്തുകൊണ്ട് ഈ റൈറ്റിൽ കൂടെ തന്നെ നമ്മൾ വളരെ സ്ലോ ആയിട്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നു. വീണ്ടും അതേ നോസ്ട്രൽ കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. എഗെയിൻ ലെഫ്റ്റ് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒരു സൈക്കിൾ നമ്മൾ ചെയ്യുന്നത്. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഒരു സമയം ഒരു നോസ്ട്രൽ കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. അങ്ങനെയുള്ള ഒരു എക്സസൈസ് പാറ്റേൺ നമുക്ക് ഡെയിലി നമ്മളുടെ ഒരു ഹാബിറ്റിന്റെ ഭാഗമാക്കി കൊണ്ടുപോകാൻ സാധിച്ചാൽ അത് നമ്മളുടെ ഒരുപാട് തരത്തിലുള്ള സ്ട്രെസ്സും ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കോൾഡ് എക്സ്പോഷർ നമ്മുടെ വാഗസ് നെർവിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് നമുക്കൊരു റിലാക്സേഷൻ മോഡിൽ ഹെൽപ്പ് ചെയ്യാൻ, അതിലേക്ക് എത്താൻ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് ഈ കോൾഡ് എക്സ്പോഷർ എന്ന് പറയുന്നത്. കോൾഡ് എൻവയോൺമെന്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ മോഡിലേക്ക് എത്താനായിട്ട് അത് സഹായിക്കും. നമ്മൾ ഒരുപാട് ടെൻഷൻ ആയിട്ടിരിക്കുന്ന ഒരു സമയത്തല്ല, ഒരുപാട് ആലോചനകളും ചിന്തകളും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാട് കയറി പോവാന്ന് തോന്നുകയാണെങ്കിൽ തണുത്ത വെള്ളത്തിലൊന്നും മുഖം കഴുകാതെ നമുക്കറിയാം ആ ഒരു സ്റ്റേറ്റിന്, ആ ഒരു തിങ്കിങ്ങിന് അവിടെ ഒരു നിർത്തൽ അല്ലെ ഒരു ബ്രേക്ക് വരും. അതുപോലെ നമ്മളുടെ ആ അമിതമായിട്ടുള്ള ചിന്തയും ടെൻഷനും ഒക്കെ കുറയ്ക്കാനായിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ സാധിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ടെൻഷൻ ആണ് അല്ലെങ്കിൽ ഞാൻ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് എപ്പോഴും കടന്നു പോകുന്നത്, എന്റെ ജോലി എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിനെ മറികടക്കാനായിട്ട് അല്ലെങ്കിൽ ഈ സ്ട്രെസ് ഒന്ന് കുറച്ച് നമ്മളെ ഒന്ന് റിലാക്സേഷനിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഇത്തരത്തിലുള്ള വളരെ ചെറുതും എന്നാൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തഡുകൾ യൂസ് ചെയ്ത് നമ്മളുടെ മാനസികാരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രാക്ടീസുകളിലൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുക.